കർത്താവിന്റെ മേശ നമ്മുടെ മുമ്പാകെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ മേശയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അപ്പോസ്തല പ്രവൃത്തികളിൽ 20:24 നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 20:24. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഹല്ലേലൂയ. തിരുവചനത്തിൽ നാം വായിച്ചു, എങ്കിലും എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഇതായിരിക്കണം നമ്മുടെ ചിന്ത. നമ്മുടെ പ്രാണനെ നമ്മൾ ഈ വിലയേറിയതായിട്ട് എണ്ണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ മൊത്തം പ്രശ്നങ്ങളുടെ തുടക്കം. എങ്കിലും എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. നമ്മള് ഇപ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ മക്കള്, നമ്മുടെ തൊഴില്, നാം ഒന്നുകൂടെ ഒരു ആത്മീക പരിവേഷം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ശുശ്രൂഷ, ഇതൊക്കെയാണ് നമുക്ക് വലുത്. നമ്മുടെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതിനെ ഒന്നും വിലയേറിയതായിട്ട് എണ്ണരുത്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ഇങ്ങനെ ഒരു മനോഭാവം സ്വീകരിക്കാൻ എത്ര പേർക്ക് പറ്റും? അവനെ കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. നമുക്ക് നമ്മുടെ എല്ലാം വിലപ്പെട്ടതാ. നമ്മൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സ്വത്ത്, നമ്മുടെ വരുമാനം. ഞാൻ പറഞ്ഞതുപോലെ അതിന് ആത്മീക പരിവേഷം കൊടുത്താൽ നമ്മുടെ ശുശ്രൂഷ, ഇതെല്ലാമാണ് നമുക്ക് വലുത്. പൗലോസ് പറയാണ്, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. അടുത്ത വാക്യം ഇങ്ങനാണ്, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന്. അപ്പോ നമ്മുടെ മുമ്പിൽ ദൈവം ഒരു ഓട്ടം വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇബ്രായ ലേഖനം 12:3 ഇങ്ങനെ പറയുന്നത് എന്തുവാ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക. അവൻ തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും. അതിനു മുമ്പ് വളരെ ഓട്ടം വെച്ചിരുന്ന ഓട്ടം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. അതിനു മുമ്പ് ഒരു വാക്യമുണ്ടല്ലോ, ഒന്ന് വായിച്ചാൽ കൊള്ളാം. നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോ ഓരോരുത്തരുടെയും മുമ്പിൽ ദൈവം ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. ആ വാക്യത്തിന്റെ തുടക്കം ഒന്ന് വായിക്കാവോ? ആകയാൽ നാമും സാക്ഷികളുടെ ഒരു ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കെ സകല പാപവും മുറുകെ പറ്റുന്ന സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. ദൈവങ്ങൾ, നമ്മുടെ മുമ്പിൽ ദൈവം ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ രക്ഷയുടെ അനുഭവത്തിൽ നിങ്ങൾ വന്ന നാൾ മുതൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. ഈ ഓട്ടം പൗലോസ് പറയാണ്, ഞാൻ എന്റെ ഓട്ടം തികച്ചു. ദൈവം ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. അതിന്റെ അളവും അതിന്റെ വ്യാപ്തിയും നമുക്കറിയത്തില്ല. എന്നാൽ ദൈവം വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ മുമ്പിൽ ദൈവം വെച്ച ഓട്ടമാണ്. എന്റെ മുമ്പിൽ ഞാൻ ഏറ്റെടുക്കുന്ന ശുശ്രൂഷ ദൈവം വെച്ചതാണ്. എന്റെ സ്വന്തം കഴിവ് കൊണ്ടല്ല ഞാൻ ഈ ശുശ്രൂഷയിൽ നിൽക്കുന്നത്. എന്റെ ഒരു മെറിറ്റുമില്ല. എന്റെ ദൈവം എനിക്ക് വേണ്ടി വെച്ചത് കൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് ഓരോ വിശുദ്ധന്മാരും ഓരോ അഭിഷിക്തന്മാര് ഹൃദയത്തിനകത്ത് കുറിച്ചു വെച്ചിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം. അപ്പൊ ഈ ഓട്ടം പൂർത്തീകരിക്കുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? സകല ഭാരവും വിട്ടുകളയണം, മുറുകെ പറ്റുന്ന പാപം വിട്ടുകളയണം. നിന്റെ ഓട്ടത്തിന് നിന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന പാപം ഒരു തടസ്സമാണ്. നിന്റെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ആ ദൈവിക ഓട്ടത്തെ
അതിന്റെ ശക്തിയെ കളയുവാൻ, അതിന്റെ ലക്ഷ്യത്തെ നഷ്ടപ്പെടുത്തുവാൻ നീ മുറുകെ പറ്റുന്ന ഏതെങ്കിലും പാപത്തെ താലോലിച്ചുകൊണ്ടിരുന്നാൽ, ദൈവം വെച്ചിരിക്കുന്ന ഓട്ടമാണെങ്കിലും അത് ഓടാൻ പറ്റാത്ത അവസ്ഥ വരും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവമാണ് നമ്മുടെ മുമ്പിൽ ഓട്ടം വെച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്റെ അകത്ത് വ്യാപരിക്കുന്ന പാപത്തിന് ഞാൻ കീഴ്പ്പെട്ടാൽ, ആ പാപത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ, ദൈവം വെച്ചിരിക്കുന്ന ഓട്ടമാണെങ്കിൽ പോലും അത് നഷ്ടപ്പെട്ടു പോകുവാനും അവൻ ട്രായ്ക്ക് തെറ്റിപ്പോകുവാനും നശിച്ചു പോകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവായ യേശു എന്താ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തപ്പോൾ, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം, കർത്താവിന് അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടായിരുന്നു. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തപ്പോൾ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷത്തെ കുറിച്ചൊരു ബോധ്യമുണ്ടായിരുന്നു. അപ്പൊ നമ്മളോട് പറയുന്നത് എന്താ? ഈ യേശുവിനെ, വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷത്തെ കുറിച്ച് യേശുവിന് ഒരു ബോധ്യമുണ്ടായിരുന്നു. നമ്മളെ വിളിച്ച് കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുത്ത് ദൈവസഭയ്ക്ക് താക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്നതായ ഓട്ടത്തെ കുറിച്ച് ഒരു ബോധ്യം വേണം. ചുമ്മാതെയൊന്നുമല്ല ദൈവസഭയ്ക്കകത്ത് വന്നത് കേട്ടോ. ഇന്ന് പകൽ ഞാൻ വ്യക്തമായി പറയട്ടെ, ആരും ചുമ്മാതെയോ യാദൃച്ഛികമായിട്ടും അല്ല ഇതിനകത്ത് വന്നത്. ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് കൊണ്ടാ, ദൈവത്തിന്റെ ഒരു വിളി നിന്റെ മേലുള്ളത് കൊണ്ടാ, ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേലുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഉടാരബല ശന്തരാജലഘടകരഹസ്യാധരാധര അർദ്ധൽ ഘടകടകരഹസ്യാധര. ദൈവത്തിന്റെ ഒരു പദ്ധതി നിന്റെ മേലുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. വേറെ ഒരു അജണ്ടയും ഇല്ല. എന്റെ ശുശ്രൂഷ അല്ലെന്ന ഇത് കർത്താവായ യേശു ക്രിസ്തു തന്ന ശുശ്രൂഷയാ. ഈ ശുശ്രൂഷയെ പലപ്പോഴും നമ്മൾ നമ്മളുടേതാക്കി നമ്മുടെ എന്തോ സംഗതികളാണെന്ന് ധരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ആകെപ്പാടെ പ്രശ്നം വരുന്നത്. എന്റെ ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തു തന്ന ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരും പറഞ്ഞാട്ടെ, യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. എനിക്കൊന്നേ ഉള്ളൂ, യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണം. അപ്പൊ ശുശ്രൂഷ നമ്മുടേതല്ല, ശുശ്രൂഷ കർത്താവ് തന്നത്. അവൻ നമ്മളെ വിശ്വസ്തരെന്നെണ്ണി ഈ ശുശ്രൂഷ ഏൽപ്പിച്ചു. അപ്പോൾ ഈ ശുശ്രൂഷയ്ക്കകത്തേക്ക് വരുമ്പോൾ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണിയാൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഈ ശുശ്രൂഷ കയറി വരത്തില്ല. നമ്മൾക്കെല്ലാം വലിയ ശുശ്രൂഷയുണ്ട്, നമുക്ക് വലിയ ശുശ്രൂഷയുണ്ട്. ഇവിടം കൊണ്ടൊന്നും തീരുന്ന ശുശ്രൂഷയല്ല. പക്ഷെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു മങ്ങൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ പ്രാണനെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും പലപ്പോഴും നാം വിലയേറിയതായിട്ട് എണ്ണിയത് കൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ ശുശ്രൂഷ പുഷ്ടിപ്പെടാഞ്ഞത്. ആമേൻ. വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ശുശ്രൂഷയെ തികയ്ക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ദൈവകരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുത്താൽ ആ ശുശ്രൂഷ തികയ്ക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ എല്ലാ മഹത്വം. കർത്താവായ യേശു തന്നെ മത്തായിയുടെ സുവിശേഷം 16:25 ഇങ്ങനെ വായിക്കുന്നു, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ആ വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടെ. മത്തായി 16:25. തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് വായിച്ചാലേ ഇതിന്റെ അർത്ഥം പിടി കിട്ടത്തുള്ളൂ, അല്ലേ? പ്രൈസ് ദി ലോർഡ്.
ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. അതാണ് പൗലോസ് പറഞ്ഞത്, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിട്ടുണ്ടെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്ന പ്രകാരത്തിലാണെങ്കിൽ നാം നമുക്കുള്ളവരല്ല. നാം നമുക്കുള്ളവരാണെന്ന് നാം ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും തുടക്കം. നമ്മുടെ ഈഗോ വെളിപ്പെടുന്നത്, നമ്മുടെ സ്വയം വെളിപ്പെടുന്നതൊക്കെ നാം നമുക്കുള്ളവരാണെന്നുള്ള ചിന്ത നമ്മെ കേറി ഭരിക്കുമ്പോഴാ. ആത്മിക ശുശ്രൂഷയുടെ നിലയിൽ നിൽക്കുമ്പോൾ പലപ്പോഴും പല ഈഗോയും നമ്മെ ഭരിക്കുവാൻ തുടക്കും. നമ്മുടെ ശുശ്രൂഷ, എന്റെ അവസരം, ഇങ്ങനെയുള്ള ഒത്തിരി സംഗതികൾ നമ്മെ കേറി പിടിക്കും. ഇത് നമ്മെ കേറി പിടിക്കുമ്പോൾ നമ്മളിൽ പിന്നെ വളർന്നു വരുന്നത് ദൈവിക ശുശ്രൂഷയിൽ നിന്ന് നമ്മെ തളർത്തുവാനുള്ള ചിന്തകളായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, 1 കൊരിന്ത്യർ 6:19, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നാം താന്താങ്ങൾക്കുള്ളവരല്ല. എന്റെ പ്രാണൻ എനിക്കുള്ളതല്ല. ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ യേശുവിന് വേണ്ടി ഞാൻ, പ്രൈസ് ദി ലോർഡ്, വിലയ്ക്ക് വാങ്ങപ്പെട്ടവനായതുകൊണ്ട്, ആമേൻ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അവസാനം പറയുന്ന കാര്യം എന്തുവാ? മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിടിപ്പാനാവില്ല എന്ന് നാം ഉറച്ചിരിക്കുന്നു. പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണിയാൽ ഇത് പറ്റത്തില്ല. ഇത് വായിച്ചു വിടുവാൻ എളുപ്പമാണ്, അല്ലെ? ഒരു ഫുട്ബോൾ കോർട്ടിൽ പന്ത് തട്ടുന്ന ആളുകള്, ആമേൻ, പന്ത് തട്ടി പാസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ, ആമേൻ, സ്വത്രം, വെളിയിലിരിക്കുന്ന ഗ്യാലറിയിൽ ഇരിക്കുന്നവൻ കമന്ററി പറയും, അങ്ങനെ തട്ട് ഇങ്ങനെ തട്ട്, ആമേൻ, സ്വത്രം, ആ സൈഡിൽ കൂടി ഇന്ന ആംഗിളിൽ അടിച്ചാൽ അത് ഗോളാകുമായിരുന്നു എന്നൊക്കെ വെളിയിൽ നിന്ന് കമന്ററി പറയാൻ പറ്റും. എന്നാൽ സ്വത്രം കളത്തിൽ, പോർക്കളത്തിൽ നിൽക്കുന്നവൻ, പ്രൈസ് ദി ലോർഡ്, അവൻ സ്വത്രം ജയിക്കണമെങ്കിൽ അവൻ എന്തൊക്കെ വേണമെന്ന് ദൈവം അനുവദിച്ചു കൊടുത്തിട്ടുള്ളതിനെ പ്രാപിച്ചു നിൽക്കുന്നവനെ ജയിക്കാൻ പറ്റത്തുള്ളൂ. പൗലോസ് പറയാ, ഇവയിലൊക്കെയും എനിക്ക് പൂർണ്ണ ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ വാക്യം കൂടി ഒന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ അവസാന വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സംഗതികൾക്കൊന്നും നമ്മെ കർത്താവിൽ നിന്നും വേർപിരിപ്പാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് സാധാരണ പിള്ളേര് ക്രിക്കറ്റ് കളിച്ചിട്ടോ ഫുട്ബോൾ കളിച്ചിട്ടോ ഒരു ജയം നേടി എന്ന് പറഞ്ഞു വരുന്നത് പോലെ ഒരു ജയമല്ലത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഗതികൾ വലിയ കാര്യങ്ങളാ. മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ എന്ന് വേണ്ട, ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കുമോ ഇതൊരു സാധാരണ ജയമല്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊരു സാധാരണ ജയമല്ലെന്നേ. ഈ ജയം ഇതിലൊക്കെയും പൂർണ്ണ ജയം നമുക്ക് നൽകുന്നു. എങ്ങനെ നൽകുന്നു? നമുക്ക് ജയമെടുക്കേണ്ട മേഖലകൾ എവിടെയൊക്കെയാണ്? റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം ജയമെടുക്കേണ്ട 4 മേഖലകളെ കുറിച്ച് പറയുന്നു. 1, നാം ന്യായപ്രമാണത്തിൽ നിന്ന് ജയമെടുക്കണം, പാപത്തിൽ നിന്ന് ജയമെടുക്കണം, പ്രൈസ് ദി ലോർഡ്, ജഡത്തിൽ നിന്ന് ജയമെടുക്കണം, മരണത്തിൽ നിന്ന് ജയമെടുക്കണം. 5-ാമതായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജയമെടുക്കണം. ന്യായപ്രമാണത്തിൽ നിന്ന് എങ്ങനെ ജയമെടുക്കും? ന്യായപ്രമാണത്തിൽ നിന്നും അത് നമുക്ക് ബാധകമല്ല. യേശു കർത്താവിന്റെ കാലഘട്ടത്തിലും യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ന്യായപ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് അവർക്ക് ജയമെടുക്കാൻ കഴിയത്തില്ലായിരുന്നു. ന്യായപ്രമാണം രോഗം കണ്ടുപിടിക്കത്തേ ഉള്ളൂ. ഒരു നല്ലൊരു ഡോക്ടർ, അദ്ദേഹം
ഡയോനൈസ് ചെയ്തുകൊണ്ട് രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചു വന്നിരിക്കട്ടെ. എന്നാൽ ആ രോഗത്തിന്റെ പരിഹാരത്തിനുള്ള മരുന്ന് അദ്ദേഹത്തിന്റെ കയ്യിലില്ലെങ്കിൽ എന്ത് പ്രയോജനം? ന്യായപ്രമാണം ഒരു മനുഷ്യന്റെ അവനെ ഡയോനൈസ് ചെയ്ത് നിന്റെ കുറ്റങ്ങൾ ഇന്നതെന്ന് തെളിയിച്ചു കൊടുത്തു. എന്നാൽ അതിൽ നിന്നും ഒരു മോചനത്തിനുള്ള വഴി ന്യായപ്രമാണത്തിൽ ഇല്ല. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെ കഴിയാൻ പറ്റാതെ നിലവിളിക്കുന്ന മനുഷ്യനായിരുന്നു. രോഗി ഡോക്ടറുടെ മുമ്പിൽ വന്നു, ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു, രോഗം കണ്ടുപിടിച്ചു, പരിഹാരമില്ലെങ്കിൽ എത്ര ദയനീയമായ അവസ്ഥയാ. ആ ദയനീയമായ അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ട് പൗലോസ് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായി പ്രമാണത്തിൽ നിന്നും ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അപ്പൊ ന്യായപ്രമാണത്തിൽ നിന്നും വിടുതൽ ലഭിച്ചവനാണ് യഹൂദൻ. ന്യായപ്രമാണവും അതിന്റെ കൽപ്പനകളും അതിന്റെ നിയമങ്ങളും പിന്നീട് വന്നപ്പോൾ ദൈവം പോലും പറഞ്ഞിട്ടില്ലാത്ത ഉപപ്രമാണങ്ങൾ മനുഷ്യനുണ്ടാക്കി. ന്യായപ്രമാണത്തിന്റെ പല ശാഖകൾ ഉണ്ടാക്കി. ഒരു മനുഷ്യനും ഇതനുസരിച്ച് രക്ഷപ്പെടാൻ പറ്റാത്ത നിലയിൽ ന്യായപ്രമാണത്തിന്റെ ക്രൂരമായ വാഴ്ച മാനവ യഹൂദ വംശത്തിന്റെ മനുഷ്യന്റെ മേലുണ്ടായി. ഒരു നിലയിലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ ഈ പ്രമാണത്തിന്റെ ആ കാഠിന്യ നിമിത്തം ഒരു മനുഷ്യനും രക്ഷപ്പെടാതെ തലകുമ്പിട്ട് നടക്കുന്ന അവസ്ഥ. അവരെ നോക്കിക്കൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്റെ നുകം മൃദുവാ, ഇത് ലഘുവാ. ന്യായപ്രമാണത്തിന്റെ നുകം പൊട്ടിച്ചിട്ട് ക്രിസ്തുവിന്റെ നുകം അത് സ്വാതന്ത്ര്യമുള്ള നുകമാ. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ന്യായപ്രമാണം മുഴുവനും അനുഷ്ഠിച്ച് രക്ഷപ്പെടാൻ കഴിയാത്ത മനുഷ്യൻ അല്ലേ, അവനിങ്ങനെ അധ്വാനിച്ച്, നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകാര് പറയുന്ന പോലെ ചുമടെടുത്ത് നടക്കുന്ന, കഷ്ടപ്പെട്ട് നടക്കുന്ന ആളുകളെ നോക്കിയൊന്നുമല്ല കർത്താവ് വിളിച്ചത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്നുള്ള ന്യായപ്രമാണത്തിന്റെ നുകം ചുമന്ന് രക്ഷപ്പെടാൻ പറ്റാതെ ആകപ്പാടെ കൂണി നടക്കുന്ന ആ വംശത്തെ നോക്കിയ കർത്താവ് വിളിച്ചത്. നിങ്ങൾ ഇങ്ങോട്ട് വരിക, ഞാൻ എന്റെ നുകം തരാം. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ നുകം മൃദുവാണ്, ലഘുവാണ്, നമ്മെ സ്വത്രം സ്വാതന്ത്ര്യമാക്കുന്നതാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണമുള്ള യേശുവിന്റെ നുകമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. പ്രമാണത്തെ സംബന്ധിച്ചുള്ള ജയം നമുക്ക് ബാധകമല്ല. എന്നാൽ പ്രൈസ് ദി ലോർഡ്, പ്രമാണമുള്ളവർക്കത് ബാധകമായിരുന്നു. പിന്നെയാണ് പാപത്തിന്റെ നുകം. പാപത്തിന്റെ നുകം എങ്ങനെ മാറ്റും? പാപത്തിന്റെ നുകത്തെ പരാജയപ്പെടുത്തി നമുക്ക് നീതീകരണവും ശുദ്ധീകരണവും തേജസ്കരണവും കർത്താവ് തന്നു. എങ്ങനെ തന്നു? നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ കർത്താവായ യേശു നമ്മുടെ പാപത്തെ തന്റെ ശരീരത്തിന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചപ്പോൾ പാപത്തിന്റെ നുകം മാറി. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ നുകം മാറിയവന് കിട്ടുന്നതാണ് നീതീകരണം. നീതീകരണം എന്തുവാണ്? പാപത്തിന്റെ ശിക്ഷ. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും യേശു ആ ശിക്ഷ ഏറ്റെടുത്ത്, ആമേൻ സ്തോത്രം, അങ്ങനെ നമ്മെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും വിടുവിച്ചതാണ് നീതീകരണം. പാപത്തിന്റെ സ്വാധീനം, പാപത്തിന്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വരാതിരിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ രക്തത്താൽ നമ്മെ ദിനംപ്രതി കാത്ത് ശുദ്ധീകരിക്കുന്നതാണ് ശുദ്ധീകരണം. പാപത്തിന്റെ സ്വാധീനമോ പ്രസൻസോ വരാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ഇടമാണ് തേജസ്കരിക്കപ്പെട്ട ഇടം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിച്ചതാണ് നീതീകരണം. സൗജന്യമായിട്ടായിരുന്നു അത്. പാപത്തിന്റെ ശക്തിയിൽ നിന്നും നമ്മെ മാറ്റിക്കൊണ്ടുപോകുന്നതാണ് അവന്റെ ശുദ്ധീകരണം.
പാപത്തിന്റെ പ്രസൻസ് കടന്നു വരാൻ പറ്റാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ഇടമാണ് തേജസ്കരിക്കപ്പെട്ട ഇടം. വിശുദ്ധന്മാരെല്ലാം അത് കര ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. നാം തേജസ്കരിക്കപ്പെട്ട് കഴിയുമ്പോൾ ആമേൻ പാപത്തിന്റെ ഒരു പ്രസൻസും ഇല്ലാത്ത ഒരിടത്തിലേക്ക് സ്വർഗം നമ്മെ കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇവിടെ പാപത്തിന്റെ സാന്നിധ്യമുണ്ട്. പാപത്തിന്റെ ശക്തി നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കുവാൻ തക്കവണ്ണം കാൽവറിയുടെ രക്തത്തിന്റെ ശക്തി നമ്മുടെ മേൽ ഒരു പ്രൊട്ടക്ഷനായി വ്യാപരിക്കുന്നു. ഇന്ന് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ പാപികളാണോ? പണ്ട് ഞാൻ പാപത്തിലേക്ക് ദിനം പ്രതി പോയിക്കൊണ്ടിരുന്ന പാപിയായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ പാപത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാപിയാണ്. മനസ്സിലായോ? ഇതാണ് രക്ഷിക്കപ്പെട്ടവന്റെ വ്യത്യാസം. നമ്മിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ അസത്യവാദിയാക്കുന്നു. പക്ഷെ നമ്മൾ പാപികളല്ല. പണ്ട് നാം പാപത്തിലേക്ക് വീണ്ടും 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 പോയിക്കൊണ്ടിരുന്ന പാപിയായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട നാളിൽ എന്ത് സംഭവിച്ചു? പാപത്തിൽ നിന്നും നാം ഓടി മാറി നീതിയിലേക്കും വിശുദ്ധിയിലേക്കും തേജസ്കരണത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന പാപിയല്ല. പാപം ഉള്ളിൽ ഉണ്ട്. എന്നാൽ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവങ്ങളെ, നമുക്ക് ജയമുണ്ട്, നമുക്ക് ജയമുണ്ട്, പൂർണ്ണ ജയമുണ്ട്. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നമുക്ക് ജയമുണ്ട്. പ്രമാണത്തിന്റെ മേൽ ജയമെടുത്തു, പാപത്തിന്റെ മേൽ ജയമെടുത്തു, ജഡത്തിന്റെ മേൽ നമുക്ക് ജയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ കാര്യങ്ങൾ മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും വേർപിടിപ്പാനാവില്ല. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നമ്മെ സ്നേഹിച്ചവനാണോ? നമ്മൾ സ്വയം ജയമെടുക്കുന്നതല്ലെന്നേ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. സ്വയമായി ജയമെടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്വയമായി ജയമെടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. പഴയ നിയമത്തിനകത്ത് ആമേൻ സ്തോത്രം അതിവിശുദ്ധ സ്ഥലത്തിലേക്ക്, കൈപ്പണിയായ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന്മാർ മാത്രം പ്രവേശിച്ച ഇടം. മോശയോട് ദൈവം പറയുന്നുണ്ട്, അഹരോനോട് എപ്പോഴും ഒന്നും അങ്ങോട്ട് പോയി മരണം ഏറ്റുവാങ്ങരുതെന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പോകാൻ നമുക്കൊരു വഴിയുമില്ല, ഒരു യോഗ്യതയുമില്ലായിരുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രമാണത്തിന്റെ കാലഘട്ടത്ത് മഹാപുരോഹിതൻ, ദൈവം കൊടുത്ത പ്രമാണത്തിന്റെ കാലഘട്ടത്ത് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കൈപ്പണിയായിട്ടുള്ള വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. ഓർത്തോണമേ, കൈപ്പണിയായിട്ടുള്ള വിശുദ്ധ മന്ദിരത്തിലേക്ക് പോലും പ്രമാണത്തിനകത്ത് ജീവിച്ചിരുന്ന ജനത്തിന് കയറി ചെല്ലുവാൻ മാർഗമില്ലായിരുന്നു. എന്നാൽ ഇന്ന് സ്തോത്രം നാം ചിന്തിക്കണം, നാം എങ്ങോട്ടാണ് കയറി ചെല്ലുന്നത്? കൈപ്പണിയല്ലാത്തതായി ദൈവത്തിന്റെ ദാനമായ പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടി കൈപ്പണിയല്ലാത്തതായ കൂടാരത്തിലേക്ക്, കൈപ്പണിയല്ലാത്തതായ ഇടത്തിലേക്ക്, വിശുദ്ധ മന്ദിരത്തിലേക്ക് യേശു പ്രവേശിച്ചു. അല്ലേ? യേശു നമുക്ക് വേണ്ടി കൈപ്പണിയല്ലാത്തതായ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. നമ്മോട് പറയാണ്, പണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ മഹാപുരോഹിതന്മാർക്ക് ആണ്ടിലൊരിക്കൽ മാത്രം കയറുവാൻ ചെന്നിരുന്ന മനുഷ്യന്റെ തന്നെ കൈപ്പണിയായിരുന്ന വിശുദ്ധ സ്ഥലം. എന്നാൽ ഇന്ന് നീ ആരാണ്? യേശു ക്രിസ്തു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി അവന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യമുണ്ട്. ഞാനിത് പറയുമ്പോൾ നിനക്ക് ധൈര്യമുണ്ട്. അതൊന്ന് സ്വത്രം ഒന്ന് പറഞ്ഞു, ഒന്ന് ഹൃദയത്തിനകത്തേക്ക് ഉറപ്പിച്ചേ. എന്റെ യേശു കയറിപ്പോയി പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നുകൊണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാന് തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. പാപത്തെ ജയിക്കുവാൻ ശക്തി തരുന്ന ഒരു കൃപാസനമുണ്ട്.
ഇത് കേൾക്കുമ്പോഴാണ് അകത്ത് കത്തേണ്ടത്. പൊട്ടക്കിണറ്റിൽ നിന്നും യോസഫിനെ എണീപ്പിച്ച കാര്യം പറയുമ്പോഴല്ല കത്തേണ്ടത്. ചെങ്കടൽ വിഭാഗിച്ച കാര്യം പറയുമ്പോഴല്ല കത്തേണ്ടത്. പഴയ നിയമകാലത്ത് മഹാപുരോഹിതന് മാത്രം കൈപ്പണിയായതിലേക്ക് ആണ്ടിൽ ഒരിക്കൽ മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളായിരുന്നു. സാധാരണ ജനത്തിന് പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഈ പുതിയ നിയമത്തിൽ യേശുവിന്റെ ദേഹം എന്ന തിരശീലയ നാമൻ ചീന്തപ്പെട്ട ആ പരിശുദ്ധ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഏത് പാപിക്കും ആണ്ടിൽ ഒരിക്കലല്ല ഏതു സമയത്തും, ആണ്ടിൽ ഒരിക്കലല്ല ഏതു സമയത്തും കയറി ചെല്ലുവാൻ ഒരു കൃപാസനം തുറന്നിരിക്കുന്നു. നാം എത്ര ശ്രേഷ്ഠമേറിയവരാണ്. ഈ വചനം അകത്തു കത്തുവാൻ തുടങ്ങിയാൽ, ഈ വചനം അകത്തു കത്തുവാൻ തുടങ്ങിയാൽ ഒരു ദുഷ്ട പിശാചിനും നിന്നെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ചുകൊണ്ട് ഉടാലവ ശങ്കൽ ഘടക രഹസ്യാധരാധര അർദ്ധല ഘടക രഘടക രഹസ്യാധരാധര. ദൈവക്കളെ, ദൈവം വിടുവിക്കും, ദൈവം വിടുവിക്കും, ദൈവം കരുതും. പലപ്പോഴും നമുക്ക് തീക്കകത്തുനിന്ന് ശദ്രക്കും മേശക്കും അഭേദനഹവും രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ രക്ഷപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് വലിയ ഉത്സാഹം തരുന്നത്. സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ വിടുവിച്ച കാര്യമാണ് നമുക്ക് ഉത്സാഹം വരുന്നത്. ചെങ്കടലിനെ വിഭാഗിച്ച കാര്യമാണ് നമുക്ക് ഉത്സാഹം തരുന്നത്. പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് ദൂതൻ വിടുവിച്ച കാര്യമാണ് നമുക്ക് ഉത്സാഹം തരുന്നത്. എന്നാൽ അതിലും എത്രയോ ശ്രേഷ്ഠമേറിയ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പഴയ നിയമത്തിലെ ഭക്തന്മാർ കാണ്ടിലൊരിക്കൽ കൈപ്പണിയായതിലേക്ക് കയറാനുള്ള അനുവാദമില്ലായിരുന്നു. മഹാപുരോഹിതൻ മാത്രം കയറി. എന്നാൽ ഇന്ന് എനിക്ക് നിനക്ക് ലഭ്യമായിരിക്കുന്ന ശ്രേഷ്ഠമേറിയ സ്ഥാനം യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ എനിക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി അവന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം എനിക്ക് തന്നല്ലോ. നീ എത്ര ശ്രേഷ്ഠമേറിയവനാണ്. നീ പാപിയല്ല. നിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് ദൈവപുത്രൻ കാൽവറിയിൽ തകർക്കപ്പെട്ടപ്പോൾ ഒഴുക്കപ്പെട്ട രക്തത്താൽ നീ കഴുകൽ പ്രാപിച്ചിട്ടുള്ളത് കൊണ്ട് ഏത് സമയത്തും നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു കൃപാസനമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത് ദിനം പ്രതി അകത്ത് കത്തിക്കണം. ഇത് മാത്രമേ കത്താവുള്ളൂ കേട്ടോ. ഒരു പിശാചിനും ഇങ്ങനെയുള്ളവനെ പരാജയപ്പെടുത്തുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. എൻ്റെ ദൈവം, എൻ്റെ യേശുവിന്റെ രക്തം, അവന്റെ ദേഹം എന്ന തിരശീലയിലൂടെ ചീന്തപ്പെട്ട പുതു രക്തം എൻ്റെ പാപങ്ങളെ പരിഹരിച്ചു. ഞാൻ യേശുവിനാൽ ജയമെടുക്കുമെന്ന് പറയുന്നവനെ തകർക്കുവാൻ ഇത് പ്രസംഗിക്കുന്നതാണ് പിശാചിന് പേടി. ആമേൻ, സ്വത്ര ചെങ്കടൽ അവൻ പിളർന്ന വിഷയം അവന് പേടിയല്ല. യോർദാൻ, ആമേൻ സ്വത്രം, അവൻ യോർദാനിലൂടെ കടന്ന വിഷയം അവന് പേടിയല്ല. യെരിഹോ മതിൽ ഇടിഞ്ഞ വിഷയം അവന് പേടിയല്ല. എന്നാൽ യേശു തുറന്നിരിക്കുന്ന വഴിയെ തിരിച്ചറിഞ്ഞ ഒരു വിശുദ്ധനുണ്ടെങ്കിൽ അവനെ പേടിയാണ്. കാരണം യേശു തുറന്ന ജീവനുള്ള പുതിയ വഴിയെ തിരിച്ചറിഞ്ഞ ഒരു വിശുദ്ധനുണ്ടെങ്കിൽ അവനെ പരാജയപ്പെടുത്തുവാൻ പിശാചിന് കഴിയത്തില്ല. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ആ പരിശുദ്ധ രക്തത്തിന്റെ കഴുകൽ എല്ലാവരുടെ ഉള്ളത്തിലേക്ക് ഒന്ന് വ്യാപരിക്കട്ടെ. നീ പരാജയപ്പെട്ടവനല്ല, നീ പരാജയപ്പെട്ടവനല്ല. ആമേൻ, നീ പാപത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന നീതീകരിക്കപ്പെട്ടവനാണ്. പാപത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന നീതീകരിക്കപ്പെട്ട വിശുദ്ധനാണ് നീ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സാന്നിധ്യത്താൽ, അവിടുത്തെ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിന്റെ മഹത്വത്തിനായി ജയത്തോടെ നിൽപ്പാൻ അധികമായ കൃപ ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം.